നമസ്കാരം. ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വയനാട് ഉരുൾപൊട്ടൽ പുനരധിവാസത്തിന് പണം പ്രശ്നമല്ലെന്നും കേന്ദ്രത്തിന് കഴിയുന്ന എല്ലാ സഹായവും ദുരിതബാധിതർക്ക് നൽകുമെന്നും പ്രധാനമന്ത്രി. വയനാട്ടിലെ ദുരിതബാധിത പ്രദേശങ്ങളും ദുരിതബാധിതരെയും പ്രധാനമന്ത്രി സന്ദർശിച്ചു. കനത്ത മഴയിൽ വീട് തകർന്നു. കണിച്ചാർ പഞ്ചായത്തിലെ ഓടന്തോട് പള്ളിപ്പറമ്പ് നഗറിലെ ബാബുവിൻ്റെ വീടാണ് തകർന്നത്. മാടത്തിൽ പൂവത്തിൻ കീഴിൽ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രഭണ്ഡാരം കുത്തിത്തുറന്നാണ് മോഷണം നടത്തിയത്. വിശദമായ വാർത്തകളിലേക്ക്. വയനാട് ഉരുൾപൊട്ടൽ പുനരധിവാസത്തിന് പണം പ്രശ്നമല്ലെന്നും കേന്ദ്രത്തിന് കഴിയാവുന്ന എല്ലാ സഹായവും വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് നൽകുമെന്നും പ്രധാനമന്ത്രി. വയനാട്ടിലെ ദുരിതബാധിത പ്രദേശങ്ങളും ദുരിതബാധിതരെയും പ്രധാനമന്ത്രി സന്ദർശിച്ചു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തഭൂമി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു. തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലും പ്രധാനമന്ത്രി സന്ദർശിച്ചു. ക്യാമ്പിൽ കഴിയുന്നവരുടെ പ്രതിനിധികളായ 9 പേരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർ പ്രധാനമന്ത്രിയോട് സങ്കടം പങ്കുവച്ചു. എല്ലാവരെയും ശ്രദ്ധയോടെ കേട്ട പ്രധാനമന്ത്രി അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. 25 മിനിറ്റോളം ക്യാമ്പിൽ ചിലവഴിച്ചതിനു ശേഷം മേപ്പാടിയിലെ വിംസ് ആശുപത്രിയിലും എത്തി. ദുരന്തത്തെ അതിജീവിച്ച് പരിക്കുകളോട് മല്ലിട്ട് ആശുപത്രിയിൽ കഴിയുന്ന 4 പേരെ പ്രധാനമന്ത്രി കണ്ടു. അവരെ ആശ്വസിപ്പിക്കുകയും ആരോഗ്യപ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. വിംസ് ആശുപത്രിയിൽ നിന്ന് കൽപ്പറ്റയിലേക്ക് മടങ്ങിയ പ്രധാനമന്ത്രി കലക്ട്രേറ്റിൽ നടന്ന അവലോകന യോഗത്തിൽ പങ്കെടുത്തു. വയനാട് ദുരിതത്തിൽ നാശനഷ്ടങ്ങളുടെ വിശദമായ മെമ്മോറാണ്ടം സമർപ്പിക്കാൻ കേരളത്തോട് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. എത്ര വീടുകൾ തകർന്നു, എത്ര നാശനഷ്ടമുണ്ടായി, ഏത് രീതിയിൽ പുനരധിവാസം നടത്താൻ ഉദ്ദേശിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വിശദമായ കണക്കുകൾ ഉൾപ്പെട്ട മെമ്മോറാണ്ടമാണ് സമർപ്പിക്കേണ്ടത്. കേരളത്തിനൊപ്പമുണ്ടെന്നും പണം തടസ്സമാകില്ലെന്നും കളക്ട്രേറ്റിൽ നടന്ന അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി അറിയിച്ചു. കേന്ദ്രത്തിന് കഴിയുന്ന എല്ലാ സഹായവും വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് നൽകും. ദുരിതബാധിതർക്കൊപ്പം നിൽക്കുകയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനം. 100 കണക്കിന് ആളുകളുടെ സ്വപ്നങ്ങളാണ് തകർന്നത്. ദുരന്തത്തിൽപ്പെട്ടവരുടെ ഭാവി സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും കളക്ട്രേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിനായി ശനിയാഴ്ച രാവിലെ 11:10 വ്യോമസേനയുടെ എയർ ഇന്ത്യ 1 വിമാനത്തിലാണ് പ്രധാനമന്ത്രി കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. തുടർന്ന് ഹെലികോപ്റ്റർ മാർഗമാണ് പ്രധാനമന്ത്രി ദുരന്തഭൂമിയിലെത്തിയത്. ന്യൂസ് ഡെസ്ക് ഹൈവിഷൻ. കനത്ത മഴയിൽ വീട് തകർന്നു. കണിച്ചാർ പഞ്ചായത്തിലെ ഓടന്തോട് പള്ളിപ്പറമ്പ് നഗറിലെ ബാബുവിൻ്റെ വീടാണ് തകർന്നത്. കനത്ത മഴയിൽ വീട് തകർന്നു. കണിച്ചാർ പഞ്ചായത്തിലെ ഓടന്തോട് പള്ളിപ്പറമ്പ് നഗറിലെ ബാബുവിൻ്റെ വീടാണ് തകർന്നത്. വീട് തകർന്ന് ഗൃഹനാഥൻ രക്ഷപ്പെട്ടത് തലനാരിഴക്കാണ്. വീട്ടിൽ നിന്നിറങ്ങി കുറച്ചു ദൂരം മുന്നോട്ട് പോയ ഉടനെ വീടിൻ്റെ മേൽക്കൂര ഉൾപ്പെടെ തകർന്നു വീഴുകയായിരുന്നു. വീട് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. സംഭവസ്ഥലം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. നമ്മൾ കയറിക്കൂടാൻ പറഞ്ഞ് ഇവിടെ വന്ന് കയറിക്കൂടി, പിന്നെ ഞങ്ങൾ ഇറങ്ങിയില്ല. അത് കഴിഞ്ഞിട്ട് ഭാവി സ്ഥലം കിട്ടുന്നത്. എനിക്ക് കിട്ടിയിട്ട് ഞങ്ങളിവിടെ നിന്ന് പോയില്ല. ഇവിടെ തന്നെയാണ് സ്ഥിരം. അവർ ഇടയ്ക്ക് വന്ന് നോക്കും, പോവും, അത്രയേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. നമ്മൾ കുറേ പറഞ്ഞ് മഴത്താന്ന് വന്ന് നോക്കും, ആൾക്കാർ വന്ന് നോക്കും, പഞ്ചായത്തിൽ നിന്ന് എല്ലാവരും വന്ന് നോക്കിയിട്ട് അങ്ങ് പോകും. പിന്നെ ഒന്നും ചെയ്യുന്നില്ല. ഇവർ വന്ന് കാണും, എല്ലാവരും വന്ന് അളന്ന് പിടിച്ചങ്ങ് പോകും. വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇതിൽ പോവാണ് എല്ലാവരും. ഇപ്പോൾ ഈ വീട്ടിൽ നിങ്ങൾ മാത്രം ഒറ്റയ്ക്ക് താമസം? പണിക്ക് പോയ സമയത്താണോ ഇത്? ഇന്നലെ 8 മണിക്ക് ഞാൻ ഇറങ്ങിപ്പോയി. അവിടെ എത്തിയില്ല. ആ വീടിൻ്റെ അവിടെ എത്തുമ്പോൾ താഴെ. ഹൈവിഷൻ ന്യൂസ്, കേളകം. മാടത്തിൽ പൂവത്തിൽ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ക്ഷേത്രഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം നടത്തിയത്. മാടത്തിൽ പൂവത്തിൻ കീഴിൽ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ക്ഷേത്ര ഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം നടത്തിയത്. ക്ഷേത്രത്തിലുള്ള 5 ഭണ്ഡാരങ്ങളിൽ 2 എണ്ണമാണ് മോഷ്ടാക്കൾ കുത്തിത്തുറന്ന് പണം അപഹരിച്ചത്. അവശേഷിച്ച 3 ഭണ്ഡാരങ്ങൾ കുത്തിത്തുറക്കാൻ ശ്രമം നടന്നെങ്കിലും ശ്രമം പരാജയപ്പെട്ടതോടെ ഉപേക്ഷിക്കുകയായിരുന്നു. രാവിലെ ക്ഷേത്രത്തിലെത്തിയ ഭാരവാഹികളാണ് ഭണ്ഡാരം കുത്തിത്തുറന്ന നിലയിൽ കണ്ടത്. ഇവർ ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ വന്നു. അപ്പോൾ അതിന് മുമ്പേ കുറേ ആൾക്കാർ വന്നായിരുന്നു. അപ്പോൾ അവരൊന്നും കണ്ടിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഇന്ന് വയ്ക്കാൻ ആളെയാക്കിയതുകൊണ്ട് രാവിലെ വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വന്നു. ഞാൻ പോയി തൊഴുത് അമ്പലത്തിൽ ഭണ്ഡാരത്തിൽ പൈസ ഇടാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് ഇങ്ങനെ കാണുന്നത്. ഞാൻ അപ്പുറം ഇപ്പുറമെല്ലാം വന്ന് നോക്കുമ്പോൾ അത് 2 എണ്ണം പൊളിച്ച് പൈസ എടുത്തിന് 3 എണ്ണം കുത്തി തുറക്കാനും നോക്കിയത്. അപ്പോൾ ഇത് തുറക്കാൻ പറ്റിയില്ല. ബാക്കി 2 എണ്ണം ആ ഒരു ഇതിലാണ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ദേശത്തിൽ വിവരം അറിയിച്ചു. അവർ വന്ന് അവരൊന്ന് നോക്കി. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് പോയി. ഇനിയിപ്പോൾ
അവർ ഇത് കഴിഞ്ഞിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. CCTV നോക്കിയിട്ട് അതിൻ്റെ അകത്ത് 2 പേരാണ് ഇപ്പം കാണുന്നത്. 2 പേര് വന്നോ, പിന്നെ ഇവിടുന്ന് വണ്ടി നിർത്തി അവിടെ പോയി, അവിടുന്ന് 2 ആളും കൂടി അത് പൊളിച്ച് അതിൽ പൈസയെല്ലാം എടുത്ത് കെട്ടി അപ്പുറത്തെ വണ്ണാരത്തിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ അത് പിന്നെ പൊളിക്കാൻ നിന്നിട്ടില്ല, അത് നേരത്തെ വന്നിട്ട് ആണ് ഇപ്പുറത്ത് ഈ വണ്ണാരം പൊളിച്ചത്. അതുവരെയില്ല, അതാണ് നോക്കിയിട്ടുള്ളത്. ഇപ്പം പോലീസുകാർ വന്നിട്ട് തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് ക്ഷേത്രത്തിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. മോഷ്ടാക്കളുടെ ദൃശ്യം CCTVയിൽ പതിഞ്ഞതായാണ് സൂചന. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നും രാജവെമ്പാലയെ പിടികൂടി. ഫോറസ്റ്റ് റെസ്ക്യൂ താൽക്കാലിക വാച്ചറും മാർക്ക് പ്രവർത്തകനുമായ ഫൈസൽ വിളക്കോടാണ് രാജവെമ്പാലയെ പിടികൂടിയത്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് രാജവെമ്പാലയെ പിടികൂടി. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30യോടെയാണ് വള്ളിത്തോട് പേരിങ്കരി പള്ളിക്കുന്ന് സ്വദേശി രാജന്റെ പറമ്പിൽ രാജവെമ്പാലയെ കണ്ടത്. മരത്തിൽ നിലയുറപ്പിച്ച രാജവെമ്പാലയെ കാണാൻ നിരവധി ആളുകളും തടിച്ചുകൂടി. ഫൈസല ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ഫോറസ്റ്റ് റെസ്ക്യൂ താൽക്കാലിക വാച്ചറും മാർക്ക് പ്രവർത്തകനുമായ ഫൈസൽ വിളക്കോട് പാമ്പിനെ പിടികൂടാനെത്തിയത്. മരത്തിൽ ചുറ്റിപ്പിടഞ്ഞു കിടക്കുകയായിരുന്ന രാജവെമ്പാലയെ അതിസാഹസികമായാണ് ഫൈസൽ പിടികൂടിയത്. നോക്കണേ എന്റെ ചേട്ടാ കുറച്ച് പാമ്പിനെ പിന്നീട് വനത്തിൽ തുറന്നുവിട്ടു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. തിലങ്കേരി കാവുംപടി സ്വദേശി അരിയാക്കൂൽ നസ്മീനെ കുത്തി പരിക്കേൽപ്പിച്ചതായി പരാതി. പരിക്കേറ്റ നസ്മീനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തില്ലങ്കേരി കാവുംപടി സ്വദേശി അരിയാക്കൂൽ നസ്മിനെ കുത്തി പരിക്കേൽപ്പിച്ചതായി പരാതി. പരിക്കേറ്റ നസ്മിനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വ്യാഴാഴ്ച രാത്രി 11:30യോടെയാണ് കാവുംപടി സ്വദേശി നസ്മിനെ ഇരുചക്ര വാഹനത്തിൽ വീട്ടിലേക്ക് മടങ്ങും വഴി 2 പേർ തടഞ്ഞു നിർത്തി ആക്രമിച്ചതത്രേ.
ഇടതു നെഞ്ചിലും ഇടതു കാലിന്റെ തുടയിലും പരിക്കേറ്റ നെസ്മിനെ ഉടൻ തന്നെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നുവെന്ന് നെസ്മിന്റെ ഉമ്മ നബീസ പറഞ്ഞു. ഒരു 11:30 മണിക്ക് അവരുടെ വണ്ടിയും കൊണ്ടുവന്ന് 2-3 പ്രാവശ്യം ഇടുന്ന് ചുറ്റും ചേർന്ന് കളിക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ആരാ എന്താണെന്ന് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഒരു 11:45 സുബിയും ബച്ചിയും വന്ന് ഇവിടുത്തെ വാതിക്കൽ വന്നിട്ട് ബച്ചി ഇവിടെ വന്നിന്, സുമി ഇവിടെ വന്ന് എൻ്റെ വാതിലിന് ഉഷാറിലായിട്ട് ഒരു ചവിട്ടി പിന്നെ കുറേ പറയാൻ അറക്കുന്ന ചീത്തയും പറഞ്ഞ്. അപ്പോൾ വാതിൽ തുറക്കുക, എൻ്റെ മാപ്പിള നോക്കുമ്പോൾ ഞാൻ പിടിച്ചു വെച്ച് വാതിൽ തുറക്കണ്ടെന്ന് പറഞ്ഞ്. അതും കഴിഞ്ഞ് ഓൻ അപ്പാട് താഴോട്ടേക്ക് പോയി. താഴെ പോയിട്ട് ഞാൻ എൻ്റെ മറ്റേ മോന് വന്നിട്ടില്ല, മോന് വന്നിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മെല്ലനെ വാതിൽ തുറന്ന് അങ്ങനെയൊക്കെ തിരിച്ചു പോകുമ്പോൾ ഇങ്ങനെ അങ്ങ് നോക്കുമ്പോൾ ആടെ ഞാൻ കാണുന്ന ബച്ചി പിടിച്ച് വെച്ചിട്ട് പിന്നെ സുബി എന്ന് പറയുന്നവന് കുത്തുന്നു. അപ്പം ഞാനിങ്ങനെ കൂക്കി എൻ്റെ മോനെ കൊന്നെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് 2-3 പ്രാവശ്യമൊക്കെ ബീരം കൊടുത്ത് കൂക്കിയാരോ എൻ്റെ അയൽവാസികളെല്ലാം എണീച്ച് വന്ന്. അപ്പോഴൊക്കെ എൻ്റെ മാപ്പിളിയും എൻ്റെ മറ്റേ മോനും എല്ലാം നമ്മൾ ഒക്കെ പായുമ്പോഴത്തേക്ക് അവർ കൂടിക്കളഞ്ഞ്. ഞാൻ ശരിക്ക് കണ്ടിന് ബച്ചിയും സുബിയാന്ന് കൊത്തിയത്, ബച്ചി പിടിച്ചൊക്കെ ചെയ്തിട്ടില്ലോ കൊത്തിയത്. പിന്നെ ഒരു അസർപ്പ് എന്ന് പറയുന്ന ഒരാളും ഉണ്ട്, ഒരു വെള്ള ഡ്രസ്സ് ഇട്ടത്. പിന്നെ അപ്പം ഞാനിങ്ങനെ കൂക്കിയതിൻ്റെ ശേഷം എൻ്റെ അയൽവാസികളിലാളും എണീച്ചപ്പോൾ എൻ്റെ മോന് ഈ കോയിനെ വിടുന്നത് ഏതുപോലെയാ, കോയിനെ പിടിച്ച് വെച്ചിട്ട് വിട്ടിട്ട് കോഴി ഒരു ഓട്ടോ അതുപോലെ എൻ്റെ മോൻ ഓടി. അപ്പം നമ്മളിങ്ങനെ കുട്ടികളെ വിളിച്ച് ഇന്ന പോലെ ഉണ്ട് നെമ്മിക്ക് പറ്റി. അവർ വണ്ടിയും കൊണ്ടുവന്ന് കുട്ടികൾ അമലയെ കൊണ്ടുപോയി. അമലയെ നാവൂല എന്ന് പറഞ്ഞിട്ട് അപ്പാട് AKGയിലോ കൊണ്ടുപോയിട്ട് ആടെയും അതിൻ്റെ ഡോക്ടറില്ല എന്ന് പറഞ്ഞ് അപ്പാട് മിംസിലേക്ക് കൊണ്ടുപോയി. ഇന്നലെ രാവിലെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇന്നലെ രാത്രി 10 മണിക്കാണ് പിന്നെ ഓനെ പുറത്തിറക്കിയത് ICU. പിന്നെ ഓൻ്റെ ഫോണും ഓന് ഡൂക്ക് വിറ്റണ് മിഞ്ഞാന്ന് 1,20,000 ഉറുപ്പ്യൊക്കെ ഡൂക്ക് വിറ്റണ്. ആ പൈസ ഓന് എന്നാൽ 250 അന്നേനു അതിൻ്റെ വലിയ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാ. തിരിച്ച് വരുമ്പോൾ ആ പൈസയില്ല, താക്കോല് സുബി പിടിച്ചേറ്റീന് ഓൻ്റെ ആ പൈസയും ഇല്ല. ഓൻ്റെ ചെരുപ്പ് പിന്നെ ഓന് ചോര വലിക്കുന്നതായിട്ട് ചോരയായിട്ട് ബഹുന്നായിട്ട് ഉരിയിട്ടിട്ട് പോയതാ. ചെരുപ്പ് സുബിൻ്റെ ഏർപ്പാടുണ്ട്, അത് സാറ് കൊണ്ടുപോയി. പിന്നെ അവൻ്റെ കുപ്പായവും പിടിച്ച് കുറച്ച് ഇതാക്കി ചോരയിൽ മുങ്ങിയിട്ട് അതും കഴിച്ചിട്ട് എടുത്തുണ്ട്. അതെല്ലാം അവിടെ കണ്ടു. പിന്നെ ആരെ കൊണ്ടുപോയെന്നൊന്നും നമ്മളറിയില്ല. അപ്പോൾ എൻ്റെ 1.25 ലക്ഷം ഉറുപ്പ്യയും എൻ്റെ മോൻ്റെ മൊബൈൽ ഫോണും എല്ലാം എടുത്തുണ്ട്. അക്രമികൾ വീടിനു നേരെയും നെസ്മിൻ സഞ്ചരിച്ച ഇരുചക്രവാഹനവും തകർത്തതായും നബീസ പറഞ്ഞു. സംഭവത്തിൽ കാമ്പടി സ്വദേശികളായ കുന്നത്ത് സുബൈർ, ബഷീർ എന്ന ബച്ചി, അഷ്റഫ് എന്നിവരുടെ പേരിൽ വധശ്രമത്തിന് കേസെടുത്തതായി പോലീസ് പറഞ്ഞു. സംഭവസ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങാവുന്നതിനായി ഡിവൈഎഫ്ഐ പേരാവൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പേരാവൂരിൽ അതിജീവനത്തിന്റെ ചായക്കട നടത്തി. സിനിമാ താരം ശിവദാസൻ മട്ടന്നൂർ ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങാവുന്നതിനായി ഡിവൈഎഫ്ഐ പേരാവൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധനശേഖരണാർത്ഥം പേരാവൂരിൽ അതിജീവനത്തിന്റെ ചായക്കട നടത്തി. സിനിമാ താരം മട്ടന്നൂർ ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് പേര് നമ്മുടെ വേർതിരിഞ്ഞ് പോയിട്ടുണ്ട്. ഇനിയുള്ളവരെങ്കിലും നമ്മൾ രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ഡിവൈഎഫ്ഐ നടത്തുന്ന ഈ പ്രവർത്തനത്തിന് എല്ലാ ആശംസകളും നേരുകയാണ്. ഈ അതിജീവനത്തിന് വേണ്ടി നടത്തുന്ന ഈ തട്ടുകട ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. പേരാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP വേണുഗോപാലൻ, നേതാക്കളായ VG പത്മനാഭൻ, അമൽ MS, രഗ്ലാഷ്, K രജീഷ്, രജീഷ് PS, KV ബാബു, T വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി 25ഓളം വീടുകൾ നിർമ്മിച്ചു നൽകും ദുരന്തബാധിതർക്കെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ധനശേഖരണാർത്ഥം അത് സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധങ്ങളായിട്ടുള്ള ചലഞ്ച്, അതുപോലെ തന്നെ പഴയ ആക്രി, പഴയ പത്രം ഇതെല്ലാം ശേഖരിച്ച് വിൽപ്പന നടത്തിയും അതുപോലെ ഡിവൈഎഫ്ഐയുടെ വിവിധ കമ്മിറ്റികളിൽ പ്രവർത്തിക്കുന്ന സഖാക്കൾ അവരുടെ അധ്വാനം അതിന് കിട്ടുന്ന മൂല്യം ആ പണം കൂടി സമാഹരിച്ചിട്ടാണ് ഈ തുക കണ്ടെത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് വ്യത്യസ്തമായിട്ടൊരു പരിപാടിയാണ് പേരാവൂർ ബ്ലോക്ക് കമ്മിറ്റി ഇവിടെ പേരാവൂർ പഴയ ബസ് സ്റ്റാൻഡിൽ അതിജീവനത്തിൻ്റെ ചായക്കട എന്ന പേരിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ വ്യത്യാസം, രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും എല്ലാം വ്യത്യാസത്തിനപ്പുറത്ത് ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഈ പരിപാടികളോട് ഡിവൈഎഫ്ഐയോട് സഹകരിക്കുന്നുണ്ട്. അകമഴിഞ്ഞിട്ടുള്ള സഹായം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്നുള്ളതിൽ ഞങ്ങളേറെ അഭിമാനമുണ്ട്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ എന്ന രീതിയിൽ നമുക്ക് സമ്മതിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തായാലും ഈ പ്രവർത്തനം ഒരു വയനാടിൻ്റെ ഒരു കൈത്താങ്ങാവുക എന്ന രീതിയിലാണ് ഞങ്ങൾ ഈ ക്യാമ്പയിൻ നടത്തുന്നത്. ഇതുപോലെ നടത്തുന്ന ഡിവൈഎഫ്ഐ നടത്തുന്ന ക്യാമ്പയിനുകൾ
തുടർന്നും ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള ജനങ്ങളെല്ലാം ഞങ്ങളോട് സഹകരിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇതിലൂടെ കിട്ടുന്ന മുഴുവൻ തുകയും ഞങ്ങൾ വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി DYFI സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന പരിപാടിയിലേക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ന്യൂസ് ബ്യൂറോ, പേരാവൂർ. വയനാടിൻ്റെ കണ്ണീരൊപ്പാൻ ഇരിട്ടി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാരുണ്യയാത്ര നടത്തുന്നു. 3 ഘട്ടങ്ങളായി നടത്തുന്ന കാരുണ്യയാത്ര ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ ഇരിട്ടിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വയനാടിന്റെ കണ്ണീരൊപ്പാൻ ഇരിട്ടി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാരുണ്യയാത്ര നടത്തുന്നു. വയനാട് പ്രകൃതി ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം 25 വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഇരിട്ടി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കാരുണ്യയാത്ര നടത്തുന്നത്. 3 ഘട്ടങ്ങളായി നടത്തുന്ന കാരുണ്യയാത്ര ഓഗസ്റ്റ് 12 രാവിലെ 9 മണിക്ക് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ ഇരിട്ടിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ പ്രൈവറ്റ് ബസ് അസോസിയേഷൻ സാധാരണഗതിയിൽ നമ്മുടെ ഒരു ഫണ്ട് സമാഹരിച്ചുകൊണ്ട് ഓടുന്ന ബസ്സുകളിൽ മാത്രം സമാഹരിച്ചുകൊണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുകയാണ് പതിവ്. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ അതിന് വിപരീതമായി നമ്മൾ മുഴുവൻ ബസ്സുകളും ഫെഡറേഷൻ്റെ കേരളത്തിലെ മുഴുവൻ ബസ്സുകളും കാരുണ്യയാത്ര നടത്തുകയും അതിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വയനാട് ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് അവർ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് 25 വീടുകൾ നിർമ്മിച്ചു നൽകാനാണ് ഫെഡറേഷൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓഗസ്റ്റ് 12, 17, 21 തീയതികളിലായാണ് കാരുണ്യയാത്ര നടത്തുക. ഇത്തരത്തിൽ 3 ഘട്ടങ്ങളിലായി ലഭിക്കുന്ന തുകയാണ് ഭവന നിർമ്മാണ പദ്ധതിയിലേക്ക് നൽകുക. ബസ് ജീവനക്കാരും തങ്ങളുടെ വേതനം പദ്ധതിയിലേക്ക് നൽകാൻ തയ്യാറായിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 ഘട്ടങ്ങളിലാണ് നമ്മുടെ ബസ്സുകൾ സർവീസ് ചെയ്യുന്നത്. ഇരിട്ടി യൂണിറ്റിൻ്റെ അത് 1-ാം ഘട്ടം 12-ാം തീയതി രാവിലെ 9 മണിക്ക് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് 2-ാം ഘട്ടം 17-നും 3-ാം ഘട്ടം 21-നും നടത്തി ഈ ഇരിട്ടി മേഖലയിലുള്ള സർവത്ര ബസ്സുകളും ഇതിനുവേണ്ടി സഹകരിച്ചുകൊണ്ട് ഓടുന്നതായിരിക്കും. പദ്ധതി വിജയിപ്പിക്കുന്നതിനായി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ തങ്ങളോട് സഹകരിക്കണമെന്നും ഉദ്ഘാടന ചടങ്ങിൽ ജനപ്രതിനിധികൾ, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ആഗസ്റ്റ് മാസം 12-ാം തീയതി തിങ്കളാഴ്ച കാലത്ത് 9 മണിക്ക് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഇരിട്ടി ബസ് സ്റ്റാൻഡിൽ നിർവഹിക്കുകയും അതിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുകയും ഞങ്ങളുടെ കാരുണ്യയാത്ര രാവിലെ തന്നെ ആരംഭിക്കുമെങ്കിലും പക്ഷേ അതിൻ്റെ ഔദ്യോഗികമായ ഒരു ചടങ്ങ് മാത്രമാണ് ഇരിട്ടി ബസ് സ്റ്റാൻഡിൽ വെച്ച് നടക്കുന്നത്. അതുകൊണ്ട് ഈ ഉദ്യമം വിജയിപ്പിക്കുന്നതിന് വേണ്ടി മുഴുവൻ യാത്രക്കാരുടെയും വിദ്യാർത്ഥിനികളുടെയും അതോടൊപ്പം തന്നെ വ്യാപാരി സുഹൃത്തുക്കളുടെയും മറ്റ് തൊഴിലാളി സുഹൃത്തുക്കളുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുള്ളത്. ഇരിട്ടി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന് കീഴിലുള്ള 63 ബസ്സുകളാണ് 3 ഘട്ടങ്ങളിലായി സർവീസ് നടത്തുക. വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് ടൈറ്റസ് ബെന്നി, ജനറൽ സെക്രട്ടറി അജിയൻ പായം, ട്രഷറർ MS ബാബു, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ NC ജോൺ, റഷീദ് കേരള എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്നവർക്കായി തൻ്റെ ഒരു ദിവസത്തെ വരുമാനം DYFIയുടെ ഭവന നിർമ്മാണ പദ്ധതിയിലേക്ക് നൽകാൻ ഒരുങ്ങുകയാണ് ശിവപുരം സ്വദേശി സക്കീർ. തെലങ്കേരിയിലെ തൻ്റെ മത്സ്യ മാർക്കറ്റിലെ ഒരു ദിവസത്തെ വരുമാനമാണ് സക്കീർ DYFIക്ക് നൽകുന്നത്. വയനാട് മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ തൻ്റെ ഒരു ദിവസത്തെ വരുമാനം നൽകാനൊരുങ്ങുകയാണ് ശിവപുരം സ്വദേശി സക്കീർ. ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാനായി DYFI നിർമ്മിച്ചു നൽകുന്ന ഭവന നിർമ്മാണ പദ്ധതിയിലേക്കാണ് സക്കീർ ഈ പണം നൽകുക. 2 മാസം മുൻപാണ് സക്കീർ തില്ലങ്കേരിയിൽ മത്സ്യ മാർക്കറ്റ് ആരംഭിച്ചത്. 2 വർഷത്തോളം വാഹനത്തിലായിരുന്നു സക്കീറിന്റെ മത്സ്യ കച്ചവടം. കൂടെ ജോലി ചെയ്യുന്നവരും തങ്ങളുടെ ഒരു ദിവസത്തെ കൂലി വയനാടിനായി നീക്കിവെക്കാമെന്ന് അറിയിച്ചതോടെ മോശമല്ലാത്ത ഒരു തുക DYFIയുടെ ഭവന നിർമ്മാണ പദ്ധതിയുടെ ചിലവിലേക്ക് നൽകാൻ കഴിയുമെന്നാണ് സക്കീറിന്റെ പ്രതീക്ഷ. വയനാട്ടിലെല്ലാം നഷ്ടപ്പെട്ടവർ തങ്ങളുടെ കൂടപ്പിറപ്പുകളാണെന്നും അവർ ദുരിതത്തിൽ നിന്നും മുക്തരാകുന്നതുവരെ അവരെ കൈപിടിച്ച് നടത്തേണ്ടത് നാം ഓരോരുത്തരുമാണെന്നാണ് സക്കീർ പറയുന്നത്. നമ്മളെ ഒരു കൂടപ്പിറപ്പല്ല അവരൊക്കെ, അപ്പം അന്ന് അവർ ചേർത്ത് നിർത്തണം. എത്ര കാലം വെച്ചാൽ അത്ര കാലം വരെ നമ്മൾ ചേർത്ത് നിർത്തുക. നമ്മൾക്കുണ്ടാകുന്ന നമ്മൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ
വെച്ചാൽ അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ എല്ലാം. നമുക്ക് കിട്ടുന്ന ഒരു വരുമാനം അത് എത്രയാണോ അതിന് കണക്കൊന്നുമില്ല. അത് എത്ര ഉള്ള വെച്ചാൽ അത് വെച്ച് നമ്മൾ കൊടുക്കും. എൻ്റെ അശോകേട്ടൻ്റെ ഷെയറിൻ്റെ ഇതിന് കൂലി അടക്കും എത്ര വരുന്നുണ്ടോ, ലൈനിൽ പോകുന്ന പൈസയുണ്ട്, അത് വരുമാനം അടക്കം നമ്മൾ ഇന്നത്തെ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് DFIക്ക് കൈമാറും. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം മുഹമ്മദ് സിറാജ് ആദ്യ വിൽപ്പന നടത്തി. വയനാടുണ്ടായ കേരളത്തിൻ്റെ സമാനമില്ലാത്ത മഹാദുരന്തത്തിൽ വിറങ്ങലിച്ചു പോയ നാടിനെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനത്തിലാണ് DYFI കഴിഞ്ഞ കുറച്ച് നാളുകളായി 25 വീട് നിർമ്മിക്കാനുള്ള പ്രവർത്തനമെടുത്ത് മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ള ആളുകൾ നല്ല മനസ്സോടുകൂടി ഞങ്ങളെ സഹായിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് തെല്ലങ്കേരിയിലെ SNR ഫിഷറീസ് ഇന്നത്തെ ഒരു ദിവസത്തെ അവരുടെ കച്ചവടത്തിൻ്റെ വരുമാനം മേഖലാ സെക്രട്ടറി N. സജു സംബന്ധിച്ചു. വയനാട് കേരളത്തിന്റെ ചരിത്രത്തിന്റെ സമാനതയില്ലാത്ത ദുരന്തമാണ് നേരിട്ടിട്ടുള്ളത്. അതിന്റെ ഭാഗമായി എല്ലാ സുമനസ്സുകളും വയനാടിനെ വീണ്ടെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. DYFI വീട് നഷ്ടപ്പെട്ടവർക്ക് 25 വീട് നിർമ്മിക്കുന്ന പദ്ധതിയുമായി റീബിൽഡ് വയനാട് എന്ന ക്യാമ്പയിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിന്റെ വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ ഈ നാടൊന്നാകെ അതിലേക്ക് സംഭാവന നൽകുന്ന ദിനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടുവരുന്നത്. അതിന്റെ ഭാഗമായാണ് തില്ലങ്കേരിയിലെ SNR ഫിഷറീസ് ഒരു ദിവസത്തെ വരുമാനം DYFIയുടെ വീട് നിർമ്മാണ ചെലവിലേക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള സന്നദ്ധത അറിയിച്ചുകൊണ്ട് മുമ്പോട്ട് വന്നിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി തനിക്ക് ലഭിച്ച LSS സ്കോളർഷിപ്പ് തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി 9ാം ക്ലാസ് വിദ്യാർത്ഥിനി. മേൽമുരിങ്ങോടിലെ ആൻമരിയയാണ് സ്കോളർഷിപ്പ് തുക ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. ിലെ ദുരന്തബാധിതരെ സഹായിക്കുന്നതിനായി തനിക്ക് കിട്ടിയ LSS സ്കോളർഷിപ്പ് തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. ആൻമിയ വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്കായി എന്നാൽ കഴിയുന്ന വിധത്തിൽ മേൽമുരിങ്ങോടിയിലെ ഏറത്ത് തങ്കച്ചൻ രജനി ദമ്പതികളുടെ മകളായ ആൻമിയ പേരാവൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. പേരാവൂരിൽ നടന്ന ചടങ്ങിൽ DYFI ബ്ലോക്ക് സെക്രട്ടറി T. രഘുലാഷിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിനായി തുക കൈമാറി. K. രജീഷ്, V. ബാബു മാസ്റ്റർ, DYFI പേരാവൂർ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീജിത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മുതിർന്നവർ മുതൽ ചെറിയ കുട്ടികൾ വരെ അവരുടെ സമ്പാദ്യത്തിൻ്റെ ഒരു വിഹിതം DYFI വീട് നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടി തരുന്ന രീതി ഉണ്ടാകുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ അമ്മു എന്നാണ് നമ്മൾ വിളിക്കുന്നത്. മേൽമുരിങ്ങോടിയുള്ള സ്ഥലത്ത് തങ്കാട്ടൻ്റെ മകളാണ്. മകൾക്ക് ഈ സ്കോളർഷിപ്പ് കിട്ടിയ ആ തുക DYFIയുടെ വീട് നിർമ്മാണത്തിന് വേണ്ടി നൽകുകയാണ്. സമാനമായ രീതിയിൽ വിവിധ ആളുകൾ അവരുടെ അമ്മ ഇട്ടുകൊണ്ടിരുന്ന കമ്മൽ അഴിച്ചു തരുന്ന സ്ഥിതി ഉണ്ടാകുകയാണ്. മരങ്ങൾ നൽകുന്ന സ്ഥിതി ഉണ്ടാകുകയാണ്. അങ്ങനെ സമാനതകളില്ലാത്ത ഒരു വലിയ ഏറ്റെടുക്കലാണ് DYFIയുടെ ഈ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നാടൊന്നാകെ ഏറ്റെടുത്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. വയനാട് ദുരന്തം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നേരിട്ട് സഹായം എത്തിക്കുന്നതിനായി CPIM പേരാവൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പേരാവൂർ ടൗണിൽ ക്യാമ്പയിൻ നടത്തി. അഡ്വക്കേറ്റ് M. രാജൻ, VG പത്മനാഭൻ, K. രജീഷ്, നിഷ ബാലകൃഷ്ണൻ, നിഷ പ്രദീപൻ, M. ശൈലജ ടീച്ചർ തുടങ്ങിയവർ നേതൃത്വം നൽകി. CPIM നേതൃത്വത്തിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ എല്ലാ വീടുകളും കയറി വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈയഴിഞ്ഞ സംഭാവന ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാടിൽ സംഭവിച്ചത് എന്ന് നമുക്കെല്ലാം അറിയാം. നമ്മുടെ ജനമനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമാണ്. ഇതിനുശേഷം ഇക്കഴിഞ്ഞ ദിവസങ്ങളിലാകെ കേരളത്തിലെ ജനങ്ങൾ മറ്റെല്ലാ വേർതിരിവുകളും മാറ്റിവെച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി വലിയ പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും തങ്ങളാൽ കഴിയുന്ന സഹായം
നല്ല നിലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. CPIM-നെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രവർത്തനം ആരംഭിച്ചതാണെങ്കിലും എല്ലാ വീടുകളും എല്ലാ സ്ഥാപനങ്ങളും കയറി ഇറങ്ങിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യിപ്പിക്കാനുള്ള പ്രവർത്തനമാണ് സംഘടിപ്പിക്കുന്നത്. പാർട്ടി നേരിട്ട് ആരുടെ കയ്യിൽ നിന്നും കാശ് കളക്ട് ചെയ്യുന്നില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യിക്കാൻ ആവശ്യമായിട്ട് സഹായം നവമാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ ഗൂഗിൾ പേ, ഫോൺ പേ ഈ സംവിധാനമെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തണമെന്നാണ് പാർട്ടി തീരുമാനിച്ചത്. അപ്പോൾ എല്ലാവരെയും കണ്ട് ഇതിനുള്ള സഹായം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് അവരെ പഠിപ്പിക്കലാണ്, അവരെ മനസ്സിലാക്കി ഇതിലേക്ക് തുക അയപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പാർട്ടി ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം സംഘടിപ്പിച്ചത്. ഇന്നും നാളെയും പാർട്ടിയുടെ എല്ലാ പ്രവർത്തകരും മുഴുവൻ വീടുകളിലും കയറി പ്രവർത്തനം സംഘടിപ്പിക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നും നാളെയും പ്രത്യേകമായിട്ട് പാർട്ടി മെമ്പർമാരാകെ അണിനിരന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് പാർട്ടി സംഘടിപ്പിച്ചിട്ടുള്ളത്. കെ സുധാകരൻ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ച് മണത്തണയിൽ നിർമ്മിച്ച ഹൈമാസ് ലൈറ്റിൻ്റെ ഉദ്ഘാടനം MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നിർവഹിച്ചു. MP കെ സുധാകരൻ്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് മണത്തണയിൽ നിർമ്മിച്ച ഹൈമാസ് ലൈറ്റിൻ്റെ ഉദ്ഘാടനം പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വേണുഗോപാലിൻ്റെ അധ്യക്ഷതയിൽ MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ജംഗ്ഷനായിട്ട് മലയോര ഹൈവേയും വന്നു. അതുപോലെ വിമാനത്താവള റോഡിൻ്റെ ആദ്യ നടപടി എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെ പഴയ റോഡ് പെട്ടതാണ് തെറ്റുവഴി മണത്തണ റോഡ്. അത് പേരാവൂര് വഴിയുള്ള റോഡ് വന്നപ്പോൾ, സത്യത്തിൽ കാതിരപ്പുഴ പാലം വന്നപ്പോൾ ആ റോഡ് കുറേ ഒന്ന് പിന്നോട്ട് പോയെങ്കിൽ അതും പരിഹരിച്ചു. ഇന്നിപ്പോൾ തെറ്റുവഴി തൊണ്ടിയിൽ പൂർത്തീകരിച്ചു. അടുത്ത ഘട്ടം തൊണ്ടി മണത്തണയാണ്. അത് പൈസ പാസ്സായി. അടുത്ത് ഈ മഴ കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ വർക്കിലേക്ക് നിന്നു. മണത്തണയുടെ വികസന ആവശ്യങ്ങൾ പടിപടിയായിട്ട് ഗവൺമെൻറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാവരും ചേർന്ന് നിർവഹിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ പ്രദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും അതിനൊരു പുതുവെളിച്ചം, അതാണ് ഹൈമാസ് ലൈറ്റ്. കൂടുതൽ മനോഹരമായ, കൂടുതൽ സ്ഥലങ്ങളിലെത്തുന്ന നല്ല വെളിച്ചം, അത് മണത്തണയെ സംബന്ധിച്ച് ആവശ്യമാണ്. രാത്രിയും യാത്രക്കാരുണ്ട്, അതുപോലെ സ്ഥാപനങ്ങൾ വൈകി അടയ്ക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, അവിടെ വന്നു പോകുന്ന നാട്ടുകാരുണ്ട്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ബേബി സോജ, രാജു ജോസഫ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബൈജു വർഗീസ്, അഡ്വക്കേറ്റ് ഷഫീർ, പൂക്കോത്ത് അബുബക്കർ, C ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഇരിട്ടി വില്ലേജ് സമ്മേളനം ഇരിട്ടിയിൽ നടന്നു. ഇരിട്ടി നഗരസഭാ വൈസ് ചെയർമാൻ PP ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഇരിട്ടി വില്ലേജ് സമ്മേളനം CPM ഇരിട്ടി ഏരിയ കമ്മിറ്റി ഓഫീസ് ഹാളിൽ നടന്നു. ഇരിട്ടി നഗരസഭാ വൈസ് ചെയർമാൻ PP ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. ആ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി, അതിന്റെ ഒരു വലിപ്പം, അതുണ്ടാക്കിയ ഒരു പ്രത്യാഘാതം, മാനസിക സംഘർഷം, ഇതെല്ലാം നമ്മൾ കണക്കൂട്ടുന്നതിനും എത്രയോ അപ്പുറത്താണ്. അപ്പൊ അവരെത്ര സഹായിച്ചാലും, ആ ജനതയ്ക്ക് വേണ്ടി, വയനാട് ജനതയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്താലും അധികമാകുന്നില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കൊക്കെ പരമാവധി സഹായിക്കാൻ സാധിക്കണം. നമ്മുടെ നാടിന്റെ ഇന്നത്തെ അവസ്ഥയിലേക്ക് നാടിനെ എത്തിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചവരാണ് നിങ്ങളെല്ലാം. നമ്മുടെ നാട് ഇന്നത്തെ നിലയിലേക്ക് മാറ്റിമറിക്കുന്നതിൽ വലിയ നിലയിലുള്ള കഠിനാധ്വാനവും അതുപോലെ നമ്മുടെ ശാരീരികവും മാനസികവും എല്ലാമായിട്ടുള്ള എല്ലാ കരുത്തും കഴിവും നമ്മുടെ നാടിന് വേണ്ടി പ്രയോഗിച്ചത് കൊണ്ടാണ് ഇന്ന് കാണുന്ന സമത്വസുന്ദരമായിട്ടുള്ള ഒരു സംസ്ഥാനമായി നമ്മുടെ കേരളത്തെ വളർത്തിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അസോസിയേഷൻ പ്രസിഡന്റ് M അസൂട്ടി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി M രാമചന്ദ്രൻ, ട്രഷറർ K വിജയൻ, VB ഷാജു, അഹമ്മദ് PB, സദാനന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. MP കെ സുധാകരൻ്റെ 2023-24 പ്രാദേശിക വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി മുരിങ്ങോടി ടൗണിൽ സ്ഥാപിച്ച LED ഹൈമാസ് ലൈറ്റിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നിർവഹിച്ചു. MP കെ സുധാകരൻ്റെ 2023-24 പ്രാദേശിക വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി മുരിങ്ങോടി ടൗണിൽ സ്ഥാപിച്ച LED ഹൈമാസ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. 5,41,344 രൂപ അടങ്കൽ തുകയിൽ നിർമ്മിച്ച ഹൈമാസ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മമാണ് MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നിർവഹിച്ചത്. വെളിച്ചം പ്രദാനം ചെയ്യാൻ ബഹുമാനപ്പെട്ട MP ശ്രീ കെ സുധാകരൻ്റെ പ്രാദേശിക ഫണ്ടിൽ നിന്ന് നമുക്ക് ഈ ഹൈമാസ് ലൈറ്റ് അനുവദിച്ചു. ഇവിടെ പറഞ്ഞതുപോലെ നെഞ്ചുഷയുടെയും സഹപ്രവർത്തകരുടെയും എല്ലാം കഠിന പരിശ്രമത്തിലാണിത്
നഷ്ടപ്പെട്ടത് വീണ്ടും തിരികെ പിടിക്കാൻ വേണ്ടി സാധിച്ചത്. പേരാവൂരിലെ പ്രധാന സ്ഥലങ്ങളിലാണ് ഈ വെളിച്ചത്തിൻ്റെ സംവിധാനം ഏർപ്പെടുത്തുന്നത്. ഇരിട്ടി പേരാവൂർ റൂട്ടിൽ നല്ല ഒരു ചെറുപട്ടണ പ്രദേശമാണ് ഈ മുരുകോടി. ഇവിടുത്തെ ജനങ്ങൾക്ക് അതുപോലെ പള്ളിയും സ്ഥാപനങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ മേൽമുരുകോടിയിൽ നിന്ന് വരുന്ന റോഡുണ്ട്. അങ്ങനെയുള്ളവർക്കെല്ലാം രാത്രിയിലും അത്യാവശ്യം ഒരു വെളിച്ചത്തിൻ്റെ ആവശ്യം വന്നാൽ അത് ഉപകരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിന് ഫണ്ട് അനുവദിക്കുമ്പോൾ പഞ്ചായത്ത് ഇതിൻ്റെ മേൽനോട്ടം, ഇതിൻ്റെ കറണ്ട് ചാർജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഞ്ചായത്ത് ഏറ്റെടുക്കണം. അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഇന്ന് തന്നെ 3 ഉദ്ഘാടനമാണ്. അപ്പോൾ സുരേഷ് ആദ്യം പറഞ്ഞ് ഇവിടെ തന്നെ വേണം, അതായത് ലേറ്റ് ആയതുകൊണ്ട് ഇവിടെ തന്നെ തീർത്തിട്ട് അങ്ങ് പോവാം. ഇനി തൊണ്ടിയിലും മണത്തനെയുണ്ട്. അതെ അല്ല, വെളിച്ചമേ നയിച്ചാലും വെളിച്ചം പ്രദാനം ചെയ്യാൻ വേണ്ടി ഫണ്ട് അനുവദിച്ച എംപിക്കും മറ്റെല്ലാവർക്കും ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാ സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും നന്ദി പറഞ്ഞ് ചടങ്ങിൽ പേരാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ രഞ്ജുഷ, സുരേഷ് ചാലാറത്ത്, അഡ്വക്കേറ്റ് ഷഫീർ, നൂറുദ്ദീൻ മുള്ളേരിക്കൽ, ബാബു, PP അലി, SK ഇസ്മായിൽ, ഖാദർ, ഫൈനാസ്, PV അരവിന്ദൻ, KK വിജയൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. ബാലസംഘം പുന്നാട് വില്ലേജ് സമ്മേളനം പുന്നാടിൽ നടന്നു. ബാലസംഘം ജില്ലാ കമ്മിറ്റി അംഗം ആദിഷ് കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം പുന്നാട് വില്ലേജ് സമ്മേളനം പുന്നാട് CPM ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഹാളിൽ വെച്ച് നടന്നു. സമ്മേളനം ബാലസംഘം ജില്ലാ കമ്മിറ്റി അംഗം ആദിഷ് കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം പുന്നാട് വില്ലേജ് സമ്മേളനത്തിലാണ് എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നത് അല്ലേ? എല്ലാവരും ഇതിന് മുമ്പ് ബാലസംഘത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തവരല്ലേ അല്ലേ? എന്തിനാ ബാലസംഘത്തിന് വരുന്നേ? പാട്ട് പാടാൻ, ഡാൻസ് കളിക്കാൻ, കുറെ മത്സരങ്ങൾ ഉണ്ടാവും, പിന്നെ കുറെ കൂട്ടുകാരൊക്കെ കളിക്കാൻ, കൂട്ടുകൂടാൻ, പിന്നെ വേറെ എന്തിനാ കഥ പറയാൻ, പിന്നെ ഇത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല. നിങ്ങളൊന്നും പഠിക്കുന്നുണ്ടോ? എന്ത് എന്നാ പഠിക്കുന്നത്? ഈ പറഞ്ഞതല്ലാണ്ട് വേറെ എന്നാ പഠിക്കുന്നത്? എന്താ പഠിക്കുന്നത്? ബാലസംഘം എന്താ ബാലസംഘം? കുട്ടികളുടെ സംഘടനയാണ് ബാലസംഘം. കുട്ടികൾക്ക് എന്തിനാണ് ബാലസംഘം? നിങ്ങളിപ്പോ പറഞ്ഞ ഒരു 4-5 കാര്യം അല്ലെ? കുറെ കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട് ഇല്ലേ? KG ദിൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അക്ഷിത അശോകൻ, നവ്യ സന്തോഷ്, CPM ലോക്കൽ സെക്രട്ടറി N രാജൻ, NV കുഞ്ഞിരാമൻ, N ശശി, TV ശ്രീജൻ, KP പ്രസാദ്, TV ശ്രീജ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. കണിച്ചാർ EK നായനാർ സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ സമരം ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. കണിച്ചാർ ഡോക്ടർ പൽപ്പു മെമ്മോറിയൽ UP സ്കൂളിൽ നടത്തിയ മത്സരം പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. കണിച്ചാർ EK നായനാർ സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി സ്വാതന്ത്ര്യസമരം ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. കണിച്ചാർ ഡോക്ടർ പൽപ്പു മെമ്മോറിയൽ UP സ്കൂളിൽ നടത്തിയ സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരം വായനശാല പ്രസിഡന്റ് VV ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ആധിപത്യം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രാജ്യത്തെ ലക്ഷോപലക്ഷം മനുഷ്യർ അണങ്ങുകൊണ്ടുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടം. ആ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ 10,000-കണക്കായ ആളുകൾക്ക് സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് സമരങ്ങളും പോരാട്ടങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. നമുക്കറിയാം, ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇനി ചോദ്യങ്ങൾ ചോദിക്കാൻ ചിലപ്പോൾ നിങ്ങളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ തന്നെ ഇതിൽ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് മറ്റ് ചോദ്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഒന്നാം സ്വാതന്ത്ര്യ സമരം അതിൻ്റെ വർഷം ഉൾപ്പെടെ നിങ്ങൾക്ക് അറിയാതിരിക്കാൻ പറയാനില്ല. രണ്ടാമത്തെ സ്വാതന്ത്ര്യ സമരം മഹാത്മാഗാന്ധി കൂടി നേതൃത്വം കൊടുത്തുകൊണ്ട് മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും. വായനശാല സെക്രട്ടറി BK ശിവൻ, ശൈലജ ചന്ദ്രൻ, PP ജനാർദ്ദനൻ, റെജി, MR സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ബിജു പാലപ്പള്ളി ക്വിസ് മത്സരം നിയന്ത്രിച്ചു. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നായി നിരവധി വിദ്യാർത്ഥികളായിരുന്നു മത്സരത്തിൽ പങ്കാളികളായത്. ഹൈവിഷൻ ന്യൂസ്, കേളകം. മഹിളാ കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോളയാട് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ഭക്ഷ്യക്കിറ്റ് നൽകി. മഹിളാ കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ശ്രീജ മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോളയാട് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ഭക്ഷ്യക്കിറ്റുകൾ നൽകി. മഹിളാ കോൺഗ്രസ് കോളയാട് ബ്ലോക്ക് പ്രസിഡന്റ് രൂപ വിശ്വനാഥിൻ്റെ അധ്യക്ഷതയിൽ മഹിളാ കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ശ്രീജ മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു.
സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനി രാമാനന്ദ്, സെക്രട്ടറി നസീമ ഖാദർ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ MV ലത, വസന്ത, ഷർമിള, സെക്രട്ടറിമാരായ ഉഷ അരവിന്ദ്, ആശ, ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഉഷാകുമാരി, പത്മജ, കോൺഗ്രസ് കോളയാട് മണ്ഡലം പ്രസിഡന്റ് സാജൻ ചെറിയാൻ, ബ്ലോക്ക് സെക്രട്ടറി രാജൻ കണ്ണങ്കേരി, വാർഡ് മെമ്പർമാരായ KV ജോസഫ്, റോയി പൗലോസ്, ശാലിനി, മണ്ഡലം പ്രസിഡന്റ് പ്രമീള പുരുഷോത്തമൻ, മുതിർന്ന നേതാക്കളായ അന്ന ജോളി, KV വിശ്വനാഥൻ, CM പവിത്രൻ, ബിജി ജോജോ തുടങ്ങിയവർ പങ്കെടുത്തു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. കേളകം ഇൻറ്റിമേറ്റ് വെൽഫെയർ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ മെഗാ സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സുധാകരൻ ഉദ്ഘാടനവും സമ്മാനദാനവും നിർവഹിച്ചു. കേളകം ഇൻറ്റിമേറ്റ് വെൽഫെയർ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ മെഗാ സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരം വിദ്യാർത്ഥികൾക്ക് ആവേശമായി. കേളകം ഇൻറ്റിമേറ്റ് വെൽഫെയർ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ലളിതമ്മ കരിമ്പിൽ സ്മരണക്കായി നടത്തിയ മെഗാ സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരത്തിൽ 200ഓളം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. കേളകം സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായിരുന്നു മത്സരങ്ങൾ നടത്തിയത്. ക്വിസ് മത്സരം പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ആചരിക്കാൻ വേണ്ടി പോകുന്നു. 77 പറഞ്ഞവരുണ്ട്, 78 പേരുണ്ട്. 77 പറഞ്ഞവരുടെ കൈവയ്ക്കാം, 77 പറഞ്ഞത്. 78 പറയുന്നവരുടെ കൈവയ്ക്കാം. അപ്പൊ ഏതാണ് ശരിയേതാണ്? 78 അല്ലേ? സ്വാതന്ത്ര്യ ദിനമാണ് ചോദിച്ചത്, സ്വാതന്ത്ര്യ വാർഷിക ദിനമല്ല. സ്വാതന്ത്ര്യ ദിനം 78ാമതെയാണ് നമ്മൾ ആചരിക്കാൻ പോകുന്നത്. സ്വാതന്ത്ര്യ വാർഷിക ദിനം 77ാമത് വാർഷിക ദിനമാണ് നമ്മൾ ആചരിക്കുന്നത്. നമ്മുടെ 1ാമത്തെ സ്വാതന്ത്ര്യ ദിനം എപ്പോഴാണ്? അത് 1ാം സ്വാതന്ത്ര്യ സമരം, സ്വാതന്ത്ര്യ ദിനമാണ് ചോദിച്ചത്. 1ാം സ്വാതന്ത്ര്യ ദിനം 47 ഓഗസ്റ്റ് 10 അല്ലേ? അത് 1ാമത്തെ സ്വാതന്ത്ര്യം. 2ാം സ്വാതന്ത്ര്യം എപ്പോഴാണ്? 2ാം സ്വാതന്ത്ര്യം വാർഷിക ദിനം. ഇൻറ്റിമേറ്റ് വെൽഫെയർ ട്രസ്റ്റ് പ്രസിഡന്റ് ST രാജേന്ദ്ര മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KV അജി, രക്ഷാധികാരി പൗലോസ് പൊട്ടക്കൽ, സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഗീവർഗീസ്, പുഷ്പ ടീച്ചർ, ഷെർലി ടീച്ചർ, നിതിൻ ജോസഫ്, ഗീത അജേഷ്, റോയി മുഞ്ഞനാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. മത്സര വിജയികൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സുധാകരൻ സമ്മാനദാനവും നിർവഹിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേളകം. തിരുവോണപ്പുറം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു. ക്ഷേത്രം തന്ത്രി വിലങ്ങര ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലാണ് ഗണപതി ഹോമം നടന്നത്. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി തിരുവോണപ്പുറം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു. ക്ഷേത്രം തന്ത്രി വിലങ്ങര ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ് മഹാഗണപതി ഹോമം നടന്നത്. നിരവധി ഭക്തജനങ്ങളാണ് ഗണപതി ഹോമത്തിൽ പങ്കാളികളാവാൻ ക്ഷേത്രസന്നിധിയിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. ചരമം. കോളിക്കടവിലെ പട്ടൺ ഹൗസിൽ നാരായണൻ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. ആദ്യകാല ടെമ്പർ ലോഡിംഗ് തൊഴിലാളിയായിരുന്നു. ഭാര്യ പരേതയായ നാരായണി. പുഷ്പൻ, പുഷ്പലത, പ്രസീത, പരേതനായ രത്നാകരൻ എന്നിവർ മക്കളാണ്. ഇരിട്ടി പെരുമ്പറമ്പിലെ വള്ളിയോട് വീട്ടിൽ അമ്മാളു അമ്മ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. ഭർത്താവ് പരേതനായ AK ഗോപാലൻ. വസുമതി, VV ചന്ദ്രൻ, ഹരിദാസൻ, വത്സല, പരേതനായ മോഹനൻ, ശ്യാമള എന്നിവർ മക്കളാണ്. ചുങ്കക്കുന്നിലെ പരേതനായ കൈനിക്കര സുബ്രഹ്മണ്യൻ്റെ ഭാര്യ കുട്ടിയമ്മ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. വാസു, കൗസല്യ, ഓമന, വിലാസിനി, കമല, ശശി, മിനി എന്നിവർ മക്കളാണ്. കുനിത്തലമുക്കിലെ സ്പേസ് സ്റ്റിക്കർ ബിജുവിൻ്റെ പിതാവ് കേളകം പൂവത്തിൻചോലയിലെ നാരായണൻ താമരശ്ശേരി അന്തരിച്ചു. 66 വയസ്സായിരുന്നു. ഭാര്യ ഓമന. ബിന്ദു, വിനോദ്, പരേതനായ ബിനു എന്നിവർ മറ്റു മക്കളാണ്. വിപണി. റബ്ബർ ഗ്രേഡ് 4 കിലോയ്ക്ക് ഇരിട്ടി 242, പേരാവൂർ 245, കൊട്ടിയൂർ 245,
റബ്ബർ ലോട്ട് ഇരിട്ടി 225, പേരാവൂർ 235, കൊട്ടിയൂർ 235, ഒട്ടുപാൽ ഇരിട്ടി 135, പേരാവൂർ 150, കൊട്ടിയൂർ 150. കുരുമുളക് ഇരിട്ടി 625, പേരാവൂർ 630, കൊട്ടിയൂർ 630. കൊട്ടടയ്ക്ക ഇരിട്ടി 320, പേരാവൂർ 325, കൊട്ടിയൂർ 320. പൊൻവർണ്ണത്തേരേറും ശലഭമാ നീ വന്നു അഴകേ. പത്തരമാറ്റിൻ സ്വർണ്ണച്ചേലിൽ ഒരുങ്ങി നരിത്തൂക്കിൽ ജ്വല്ലേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പേരാവൂർ ആൻഡ് കേളകം. സ്വർണം ഗ്രാമിന് 6445, വെള്ളി 10 ഗ്രാമിന് 850. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് ഉരുൾപൊട്ടൽ പുനരധിവാസത്തിന് പണം പ്രശ്നമല്ലെന്നും കേന്ദ്രത്തിന് കഴിയുന്ന എല്ലാ സഹായവും ദുരിതബാധിതർക്ക് നൽകുമെന്നും പ്രധാനമന്ത്രി. വയനാട്ടിലെ ദുരിതബാധിത പ്രദേശങ്ങളും ദുരിതബാധിതരെയും പ്രധാനമന്ത്രി സന്ദർശിച്ചു. കനത്ത മഴയിൽ വീട് തകർന്നു. കണിച്ചാർ പഞ്ചായത്തിലെ ഓടന്തോട് പള്ളിപ്പറമ്പ് നഗറിലെ ബാബുവിൻ്റെ വീടാണ് തകർന്നത്. മാടത്തിൽ പൂവത്തിൻ കീഴിൽ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രഭണ്ഡാരം കുത്തിത്തുറന്നാണ് മോഷണം നടത്തിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.